ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് പ്രീവിയസ് ഇയർ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അതുമായി റിലേറ്റഡ് കുറച്ച് ഫാക്ട്സുമാണ് നോക്കുന്നത്. ക്വസ്റ്റ്യൻ: WTO ലോക വ്യാപാര സംഘടന സ്ഥാപിതമായ വർഷം. ഓപ്ഷൻ എ 1944, ഓപ്ഷൻ ബി 1948, ഓപ്ഷൻ സി 1995, ഓപ്ഷൻ ഡി 1998. ആൻസർ ഓപ്ഷൻ സി 1995. ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് 1995 ജനുവരി 1. ആസ്ഥാനം ജനീവ. ലോക വ്യാപാര സംഘടന രൂപീകരിക്കുവാൻ കാരണമായ ഉച്ചകോടിക്ക് വേദിയായ നഗരം മാരാക്കേഷ്, മൊറോക്കോ. 1994 ഏപ്രിൽ 15. WTOയുടെ മുൻഗാമിയായി അറിയപ്പെടുന്നത് ഗാഡ്, ജനറൽ എഗ്രിമെൻ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. ഗാഡ് കരാർ ഒപ്പുവച്ച വർഷം 1947 ഒക്ടോബർ 30. ഗാഡ് കരാർ നിലവിൽ വന്നത് 1948 ജനുവരി 1. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായ വർഷം 1995 ജനുവരി 1. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്വയം തൊഴിൽ പദ്ധതി ഏത്? ഓപ്ഷൻ എ ആം ആദ്മി ബീമ യോജന, ഓപ്ഷൻ ബി പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന, ഓപ്ഷൻ സി പ്രധാനമന്ത്രി ഗ്രാമോദയ യോജന, ഓപ്ഷൻ ഡി സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന. ഉത്തരം ഓപ്ഷൻ ഡി സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന. സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന ആരംഭിച്ച സമയത്തെ പ്രധാനമന്ത്രി AB വാജ്പേയി. 9ാം പഞ്ചവത്സര പദ്ധതിക്കാലത്തായിരുന്നു അത്. നിലവിൽ വന്ന തീയതി 1999 ഏപ്രിൽ 1. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി ആരംഭിച്ച പദ്ധതിയാണ് സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന. സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന പദ്ധതി പ്രകാരം യോഗ്യരായവരെ കണ്ടെത്തുന്നത് ഗ്രാമസഭയാണ്. സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജനയുടെ പരിഷ്കരിച്ച രൂപം നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. ക്വസ്റ്റ്യൻ: നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആര്? ഓപ്ഷൻ എ സുമൻ ബെറി, ഓപ്ഷൻ ബി രാജീവ് കുമാർ, ഓപ്ഷൻ സി നരേന്ദ്രമോദി, ഓപ്ഷൻ ഡി അരവിന്ദ് പനഗരിയ. ആൻസർ ഓപ്ഷൻ എ സുമൻ ബെറി. നീതി ആയോഗ് നിലവിൽ വന്ന വർഷം 2015 ജനുവരി 1. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനമാണ് നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രിയായിരിക്കും. നീതി ആയോഗിൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ. നീതി ആയോഗിൻ്റെ നിലവിലെ ഉപാധ്യക്ഷൻ സുമൻ ബെറി 2022. നീതി ആയോഗിൻ്റെ ആദ്യ CEO സിന്ധു ശ്രീ ഗുള്ളർ. നീതി ആയോഗിൻ്റെ നിലവിലെ CEO പരമേശ്വരൻ അയ്യർ. നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം അറിയപ്പെടുന്നത് ടീം ഇന്ത്യ. നീതി ആയോഗിലെ ഭരണസമിതി അംഗങ്ങൾ സംസ്ഥാന മുഖ്യമന്ത്രിമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനൻ്റ് ഗവർണർമാർ, പ്രധാനമന്ത്രി നിയമിക്കുന്ന ഉപാധ്യക്ഷൻ, സ്ഥിരാംഗങ്ങൾ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അനൗദ്യോഗിക അംഗങ്ങൾ പ്രധാനമന്ത്രി നിയോഗിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാർ. ക്വസ്റ്റ്യൻ: 2019-2020 വർഷത്തിൽ ഇന്ത്യയിലെ കൂട്ടിച്ചേർത്ത മൊത്തം മൂല്യത്തിലേക്കുള്ള ഗ്രോസ് വാല്യൂ ആഡഡ് കാർഷിക മേഖലയുടെ സംഭാവന ഏകദേശം എത്ര ശതമാനമായിരുന്നു? ഓപ്ഷൻ എ 24%, ഓപ്ഷൻ ബി 12%, ഓപ്ഷൻ സി 27%, ഓപ്ഷൻ ഡി 18%. ഉത്തരം ഓപ്ഷൻ ഡി 18%. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം 25 മുതൽ 28 വരെയുള്ള ഭാഗങ്ങളിൽ ഏതു മൗലികാവകാശത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഓപ്ഷൻ ബി സമത്വത്തിനുള്ള അവകാശം, ഓപ്ഷൻ സി ഭരണഘടനാപരമായ പരിഹാരം കാണുവാനുള്ള അവകാശം, ഓപ്ഷൻ ഡി സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ആർട്ടിക്കിൾ 25. ഏതെങ്കിലും പ്രത്യേക മതത്തിന് വേണ്ടി നികുതികൾ പിരിക്കുന്നതിന് എതിരായുള്ള ആർട്ടിക്കിൾ 27. മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും പരിപാലിക്കുന്നതിനും സ്വാതന്ത്ര്യം നൽകുന്ന ആർട്ടിക്കിൾ 26.
ഗവൺമെൻറ്റിന് അധികാരമുള്ള വിദ്യാലയങ്ങളിൽ മതബോധനം നടത്താൻ പാടില്ല എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ 28. ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.